ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് എൻ്റെ വീടാണ്. അമ്മയുടെ സമ്മതമില്ലാതെ അമ്മ ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. നീ ഇതിന്റെ പാട്ടിന് പോടാ. കൊണ്ടോണോന്ന് കാണണം. വാ പോ. അതെ, ഇനി മേലാലെ അവൾ അമ്മയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കില്ല. അതിനുള്ളത് കൊടുത്തിട്ടപ്പ ഞാൻ വരണത്. നീ എന്തോ ഇത്? ഒന്നുമില്ല അമ്മ, വീട്ടിനകത്ത് നിന്ന് ഇങ്ങനെ വെറുതെ ഉറക്കെ സംസാരിക്കേണ്ട കാര്യം എന്ത്? മൂത്ത ആളുകളോട് പെരുമാറുന്ന ഒരു രീതിയില്ലേ, അമ്മയോട് സംസാരിക്കുന്ന ഒരു രീതിയില്ലേ, ഇതൊന്നും അവൾക്ക് അറിഞ്ഞൂടാ. മാത്രമല്ല അപ്പൊ ഞാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾ എന്നോട് കയർത്ത് സംസാരിച്ച് അപ്പ കൊടുത്ത് ചള്ളകുറ്റിക്കാരാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണമ്മ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? 3-4 ദിവസമായി ഞാനിതിങ്ങനെ ഓങ്ങി നിൽക്കുന്നു. ഇപ്പഴാ കൊടുക്കാൻ പറ്റിയത്. ഒരെണ്ണട് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവിടെ ഇരുന്ന് മോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി. അതെ, അവള് പറയാ എനിക്ക് അമ്മയെ കാണാൻ തോന്നിയിട്ട് വയ്യ, അമ്മയുടെ കാലിൽ വീണ് എനിക്ക് മാപ്പ് പറയണമെന്ന്. ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പോയിട്ട് വിളിച്ചു വരാം അമ്മയെന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അമ്മ വിശന്നിട്ട് വയ്യ അമ്മ. അമ്മ ഇല്ലാതെ എങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും? വാ പോവാ. കഷ്ടം. ഈ തള്ള നിന്നെ പെറ്റാനാണോടി? 6 മാസം എന്ന് പറഞ്ഞിട്ട് 6 മിനിറ്റ് പോലും തള്ള ഇവിടെ നിന്നില്ലെന്നുള്ളതാ. നമ്മൾ വിളിച്ചുടനെ അങ്ങ് പോയേക്കോ. നീ പറഞ്ഞ പോലെ ചെയ്യ്, നീ പറഞ്ഞ പോലെ ചെയ്യുന്നു. ഇല്ലില്ല, അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറ. എടി അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറയാണ്. ഇപ്പൊ നിനക്ക് എത്ര വലിയ പാട്? മാപ്പ് പറയടി അമ്മയുടെ. അമ്മയുടെ മാപ്പ് പറയാൻ പറഞ്ഞ നിനക്ക്. എന്റെ പൊന്നു മോനെ, ഇനിയിപ്പൊ അതൊന്നും വേണ്ട മക്കളെ. അവൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ച തല്ലിക്കാണും. അതിന്റെ മൊബൈലിരിക്കുന്ന കോലം കണ്ടില്ല. എന്തിനാടാ ഇങ്ങനെ താറുമാറായിട്ട് അവളെ അടിച്ചത്? അല്ലാതെ പിന്നെ എങ്ങനെയാണമ്മ ഈ മാതിരി സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് ദിവസമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. അയ്യോ സാരമില്ല മക്കളെ, സാരമില്ല. നമുക്ക് ആഹാരം കഴിക്കാം. കഴിയും. ഗ്യാസ് വന്നാ കൊടു. ഏട്ടാ പൈസ കൊടുക്ക്. പൈസ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഗ്യാസിന്റെ പൈസ എന്തേ? ഗ്യാസിന്റെ പൈസ ഇവിടെ ഞാൻ തന്നില്ല നിന്റെ കയ്യില്. കൊടുത്തായിരുന്നാ? എടുത്തോണ്ടോ. അത് ഞാൻ ബ്ലൗസ് തയ്ച്ച് കൊണ്ടുവന്നപ്പോ കൊടുത്തു. ഇതാണ് കാര്യം. എടി, ഗ്യാസിന് തരുന്നത് ഗ്യാസിന് കൊടുക്കണം, അല്ലാതെ ബ്ലൗസിന് കൊടുക്കരുത്. അമ്മ എന്റെ കയ്യില് വേറെ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ അതെടുത്ത് കൊടുത്തു. ചെയ്യൂന്ന് പറഞ്ഞാൽ ഈ തലയ്ക്ക് വെളിവില്ലാത്ത പോലെ ഉള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോഴാണ്. നിനക്ക് ഞാൻ ഗ്യാസിനാന്നും പറഞ്ഞിട്ടല്ലേ മന്ത നിന്റെ കയ്യിൽ ഞാൻ പൈസ തന്നത് അല്ലേ? പിന്നെ അതിന് തന്ന പൈസ നീ വേറെ തന്നെ ചെലവാക്കി കഴിഞ്ഞാല് എന്റെ കയ്യിൽ പൈസ ഇല്ല. 5 പൈസ ഇല്ല എന്റെ കയ്യിൽ. കുറച്ച് പൈസ ഉണ്ടായിരുന്ന രാവിലെ, അത് ഞാൻ ആ ചിട്ടിക്ക് കൊണ്ടുപോയി അടച്ച്. ഇനി നയാ പൈസ ഇല്ല. ഗ്യാസ് വേണോ? വേണ്ട. ഗ്യാസ് വേണം സുഹൃത്തെ, പക്ഷെ കയ്യിൽ പൈസ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് പിന്നെ വാ. സാറേ ഇത് നേരത്തെ പറയണ്ട സാറേ, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കണം സാറേ. നിങ്ങൾ ഗ്യാസിൽ പൈസ ഇല്ല, ഞങ്ങൾ എന്ത് വേണം? നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വിവരം നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞു. സാറിന്റെ ഫോൺ എടുത്ത് നോക്ക് സാറേ. സാർ അതിനകത്ത് മെസ്സേജ് വരുന്നതാണ്. സാർ എടുത്ത് നോക്ക്, ഫോൺ എടുത്ത് നോക്ക്. മെസ്സേജ് ഈ ഫോണിലൊക്കെ 100 കണക്കിന് മെസ്സേജ് വരുന്നല്ലോ. ആര് നോക്കാനാണത്? സാറേ ഞങ്ങളെ മെനക്കെടുത്താതെ ഫോട്ടോ നിൽക്കണോ? വേണ്ട. നിങ്ങളെ കൊണ്ടുപോക്കോ. വേണ്ട. അല്ല നിക്ക് വേണ്ടമ്മ, എന്തിനു കൊണ്ടുപോക്കോട്ടെ, പിന്നെ വാങ്ങിച്ചാ പോരെ? തീർന്നില്ലല്ലോ ഇവിടെ. ഇത് കൊണ്ടുപോയാ പിന്നെ 1 മാസം കഴിയും എനിക്ക് ഗ്യാസ് വരാൻ. അത് തീർന്നു പോയാൽ എന്തോ ചെയ്യും? അത് തീർന്ന വേറെ എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഗ്യാസ് അവിടെ ഇരിക്കണേ എപ്പോഴും. വേണ്ടമ്മ, കയ്യിൽ പൈസ ഇല്ലണ്ട പിന്നെ എന്റെ കയ്യില്ലെന്നിട്ടല്ലേ ഞാൻ എടുത്തോണ്ട് തരാം. ഇതാ ഇവിടെ കാര്യങ്ങൾ ഓരോന്നോരോന്നോരോ ഉണ്ടാക്കിക്കൊണ്ട് ഇത് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ. എന്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞു. ഏട്ടാ എന്നെ തല്ലിന്ന് പറഞ്ഞു അമ്മയോട്. തല്ലിന്ന് പറഞ്ഞു. എന്തിനാണോ പറഞ്ഞേ? അല്ലാതെ അമ്മേനെ അവിടെ നിന്ന് കൊണ്ടുവരണ്ടേ? ആടി, മരുമക്കൾക്ക് 2 കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കാത്ത ഏതെങ്കിലും അമ്മായിമ്മമാരുണ്ടോ ലോകത്തില്? ഇല്ലല്ലോ. അങ്ങനെ അപ്പൊ ഞാൻ സത്യം പറഞ്ഞായിരുന്നെങ്കിലോ? നീ സത്യം പറഞ്ഞായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും. ഇനി പോത്തെ ഇപ്പൊ കണ്ടില്ലേ, അമ്മേനെ പണക്കിരുന്നെങ്കിൽ ഈ വക പരിപാടി നടക്കുമോ? കൊടുത്തോ അമ്മ. അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കണ്ട. നീ എങ്ങനെയെങ്കിലും ആ ഗ്യാസ് സിലിണ്ടർ അടിച്ചു മാറ്റിക്കേ. എങ്ങനെ തല കുത്തനെ? എടി, ഇവിടുത്തെ ഗ്യാസ് തീർന്നു അങ്ങോട്ട് പറയാ. ഇവിടുത്തെ ഗ്യാസ് തീർന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
അത് തീർന്നു അങ്ങോട്ട് പറയുക. അപ്പോൾ വന്ന് പരിശോധിക്കാനൊന്നും വരില്ലല്ലോ, അങ്ങോട്ട് പറയുക ഗ്യാസ് തീർന്നു. നമുക്കത് വേണമെന്ന് പറയാം. നമുക്കത് വേണമെന്ന് പറയണം. എന്നിട്ട് നീ അങ്ങ് എടുക്ക്. ഞാനത് കുളിച്ചിട്ട് വരണം. ആ ഗ്യാസുകാരന്റെ നമ്പർ ഉണ്ടോ? ഓ ഗ്യാസുകാരൻ്റെ നമ്പരൊന്നുമില്ല. എന്തിനാ നിനക്ക്? എനിക്ക് ഗ്യാസ് തീർന്നു പോയി, ഗ്യാസ് വേണമായിരുന്നു. അയ്യോ, നീ ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞ വിളിക്കുമ്പോഴേക്കും അയാൾ ഗ്യാസ് കൊണ്ടു തരുമോ? ആദ്യം ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ടുണ്ടോ? ആ പിന്നെ അയ്യോ, അപ്പൊ എന്നാ പിന്നെ എന്താ ഈ ഗ്യാസ് ഒന്ന് താടാ. ഈ ഗ്യാസ് ഒന്ന് തരാൻ. അപ്പൊ ഇവിടെ തീരുമ്പോ എന്ത് ചെയ്യും? അവിടെ ഇപ്പൊ തീർന്നിട്ടില്ലല്ലോ. അവിടെ വിറകില്ലേ? വിറകില്ലടാ, ഉണങ്ങിയതില്ല. ആ വിറകിലോട്ട് ആ ക്ലീറ്റ കൊണ്ടൊന്ന് വെള്ളം കോരി ഒഴിച്ചെന്നേ. അന്നൊരു കാര്യം ചെയ്യും, ഇവിടെ വീടിന് പിന്നാമ്പുറത്ത് വിറകിരിപ്പുണ്ട്, വേണേ കൊണ്ടുപോകും. ഞാൻ എടുത്തുതരാം. എനിക്ക് ഈ പുക അടിക്കുമ്പോ ശ്വാസം മുട്ടും. എടാ, ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമില്ലല്ലോ, നിങ്ങളുടെ തീരാറായിട്ടില്ലല്ലോ, ആ ഗ്യാസ് ഒന്ന് താന്നേ. അല്ലല്ല, ഇവിടെ ആവശ്യമുണ്ട്, ഇത് തീരാറായി. പിടിച്ചേ. അമ്മേ, എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ ഈ പെണ്ണിന് ഒരു ശല്യമാണെന്ന് പറ. എന്താടി അമ്മ എടുത്ത ഗ്യാസ് തീരാറായോ? ഗ്യാസ് തീരാറായില്ലേടി? തീരാറായി. അല്ല അല്ല ആ തീരാറായി എന്ന് പറഞ്ഞിട്ട് പറയണത് അമ്മേ, 2 ദിവസമായിട്ടുള്ളൂ അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് പുതിയ ഗ്യാസ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ഈ ഗ്യാസ് വേണോ? എന്റെ ഗ്യാസ് തീർന്നു പോയമ്മേ, അതൊന്ന് തരാൻ പറഞ്ഞു. അതൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ആ ഗ്യാസ് തീർന്നെങ്കിൽ? ഞാനിപ്പോ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ആദ്യം ബുക്ക് ചെയ്യണ്ടേ? അവിടെ ബുക്ക് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അമ്മേ, ഞാൻ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്ത് തരാം. ഇപ്പൊ ഈ ഗ്യാസ് ഒന്ന് തരാനേ. ഒന്ന് കൊടുടാ. എന്തിനാന്ന്? അല്ല, ഇത് തീരുമ്പോഴത്തേക്ക് ഇതിപ്പോ നമ്മളിവിടെ വാങ്ങിച്ചില്ലേ, നമ്മളിവിടെ ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടുള്ള ചുരുക്കാണ് അവൾക്ക്. ഇത് അനാവശ്യ വർത്താനം എന്നോട് പറയരുത് കനക. ഇവിടെ എന്ത് മേടിച്ചാലും അപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, എന്റെ അമ്മ മേടിച്ചല്ലേ. കൊണ്ടോ അമ്മ, ഞാൻ മിണ്ടാതെ നിൽക്കുമ്പോ എന്റെ മെക്കിട്ട് കയറുന്നേ. പിന്നെ ആ ഗ്യാസ് ഒന്ന് തന്നാൽ എന്താ കുഴപ്പം? എടി, ഇത്രയും നേരം തീരാത്തത് കണ്ട ഉടനെ നിനക്ക് അങ്ങ് തീർന്ന? അയ്യോ അല്ല, ഞാൻ കറി വെച്ചോണ്ട് നിക്ക്, നീ അലപ്പ് നിർത്ത്. നിനക്ക് ഗ്യാസ് തരാം. ആ വേണം, അങ്ങനെ കഴിക്കുവാ അങ്ങോട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഗ്യാസ് കൊടുക്കാം. പക്ഷെ അവിടെ ഗ്യാസ് തീർന്നു എനിക്ക് ഉറപ്പ് വരണം. അല്ലാതല്ല, നിന്റെ മുഖം കണ്ടാ അറിയാം നീ പറയുന്ന മുഴുവൻ കള്ളാന്ന്. കൊള്ളം പറയണത് നിന്റെ ആ മന്ദത്തി, ഞാനല്ല. എനിക്ക് ദേഷ്യം നീ വല്ല നീ അടി കള്ളി. നീ ആ പെരുങ്കള്ളന്റെ കൂടെ കൂടിയതിനു ശേഷം നിന്റെ സ്വഭാവം മൊത്തം കള്ളത്തരാണ് കേട്ടാ. നിനക്കിപ്പോ ഗ്യാസ് തരാൻ പറ്റുമല്ലോ? എനിക്ക് ഗ്യാസ് തരാൻ പറ്റില്ല, പക്ഷെ ഗ്യാസ് ഞാൻ നിനക്ക് തരും. പക്ഷെ ഞാൻ അവിടെ ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ബോധ്യം വരണം. ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് തീർന്നത്, പിന്നെ എന്താ അറിയാനായിട്ട്? അതെനിക്ക് വിശ്വാസം വരണ്ടേ? എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. എന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്റെ അമ്മ കാശ് കൊടുത്ത് മേടിച്ച സിലിണ്ടറായി ചോദിക്കണേ. അല്ല, ഈ ഏട്ടൻ വന്ന് നോക്കൂന്ന് പറയുമ്പോ നാത്തിനെന്ത് ഇത്ര ടെൻഷൻ? എനിക്ക് ഇഷ്ടമല്ലാന്ന് എന്ത് കാര്യത്തിനാ എന്റെ അടുക്കള കയറി വന്ന് നോക്കണേ? നിന്റെ സഹോദരനല്ലേ, ഒന്ന് പോയി നോക്കട്ടെ. ആ വേണ്ട, സഹോദരനാണെങ്കിലും സഹോദരി ആണെങ്കിലും കയറി നോക്കണ്ട. എന്താ ഇത്? തേളാ. പെണ്ണിന്റെ ഒരു കാര്യം ചുമ്മാ അമ്മ കുറുമ്പെടുക്കുന്ന. Versus Alien.